8 മാസം പ്രഗ്നൻ്റാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ശരീരത്തിൽ ആകമാനം ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. ഇത് കാര്യമാക്കേണ്ടതുണ്ടോ ഡോക്ടർ? പ്രശ്നമാണോ? ഹലോ, ഞാൻ ഡോക്ടർ നാസർ, സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജി, ആസ്ട്രമിംസ് കോഴിക്കോട്. പലപ്പോഴും നമ്മൾക്ക് വരാവുന്ന ഒരു ആശങ്കയാണ് ഞാൻ നിങ്ങളുമായി ഇപ്പോൾ ഷെയർ ചെയ്തത്. ഗർഭകാലത്ത് വരുന്ന ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അത് പ്രശ്നമുള്ളതാണോ? ചൊറിച്ചിൽ സാധാരണമാണ്. പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന കെമിക്കൽസിൻ്റെയും ഹോർമോൺസിൻ്റെയും അതിൻ്റെ വ്യതിയാനം അനുസരിച്ച് ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം. പിന്നെ പ്രഗ്നൻസിയുടെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് വയറൊക്കെ വീർക്കുമ്പോൾ സ്കിന്നൊക്കെ സ്ട്രെച്ച്ഡ് ആവും. അതും ചൊറിച്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചിലപ്പോൾ ഈ ചൊറിച്ചിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ലിവർ ഡിസീസിൻ്റെ ഒരു ലക്ഷണമാകാം. അത് അമ്മയ്ക്കും അതുപോലെ തന്നെ കുട്ടിക്കും പ്രശ്നത്തിലേക്ക് നയിക്കാവുന്നതാണ്. അതിന് പറയുന്നതാണ് ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റൈസിസ് ഓഫ് പ്രഗ്നൻസി, ഓർ ICP എന്ന് പറയും. അപ്പോൾ ഈ ചൊറിച്ചിൽ അതിൻ്റെ ലക്ഷണം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ഈ പറഞ്ഞ ലിവർ ഡിസോർഡറിൻ്റെ പ്രശ്നങ്ങൾ. ചൊറിച്ചിൽ ശരീരത്തിൽ ഉണ്ടാകും, പക്ഷെ കൂടുതലായും കയ്യിലും കാലിലും, കൈവെള്ളയിലും കാൽവെള്ളയിലും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ചൊറിച്ചിൽ കൂടുന്നുണ്ടോ? പിന്നെ ചൊറിച്ചിലിൻ്റെ കൂടെ ശരീരത്തിൽ പാടുകളൊന്നും ഉണ്ടാവില്ല, റാഷസ് ഒന്നും ഉണ്ടാവാത്ത ചൊറിച്ചിൽ. ഇതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ മൂത്രം ഡാർക്ക് കളറിൽ പോകാനുള്ള സാധ്യതയുണ്ട്. മലത്തിൻ്റെ ഒരു കളർ കുറഞ്ഞമായിട്ടുള്ളതായിരിക്കാം. ചിലപ്പോൾ കണ്ണിൻ്റെ കളർ വളരെ റെയറായിട്ട് ഒരു യെല്ലോ കളറിലേക്ക് വന്നേക്കാം. അപ്പോൾ ഇതൊരു സീരിയസ് കണ്ടീഷനാണ് ഇൻട്രാഹെപ്പാറ്റിക് കോളിസ്റ്റൈസിസ് പ്രഗ്നൻസി. ഇത് വന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തികയാതെ പ്രസവിക്കാനും അതുപോലെ തന്നെ കുട്ടിയുടെ ഇളക്കം നേരത്തെ നിന്ന് പോകാനും സ്റ്റിൽ ബർത്ത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മൈൽഡായിട്ടുള്ള ചൊറിച്ചിൽ ഉണ്ടെന്നായിരിക്കും, അത്ര കാര്യമായിട്ടില്ല. ശരീരമാസകലമാണ് ചൊറിച്ചിൽ. നേരത്തെ പറഞ്ഞ പോലെ കയ്യിലും കാലിലും മാത്രമൊന്നും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് അഡ്രസ്സ് ചെയ്യാൻ നോക്കാം. ഒരു ലൂസായിട്ടുള്ള ക്ലോത്ത് ഉപയോഗിക്കുക, ഡ്രസ്സ് ഉപയോഗിക്കുക. അപ്പോൾ അത് ശരീരത്തിൽ റബ്ബ് ചെയ്തിട്ട് ചൊറിച്ചിൽ വരാനുള്ള സാധ്യത അത് കുറയ്ക്കും. കോട്ടൺ മെറ്റീരിയൽ കൊണ്ടുള്ള ഡ്രസ്സസ് ഉപയോഗിക്കുക. അത് എയർ സർക്കുലേഷൻ ബോഡിയിലകത്തേക്ക് അത് കൂട്ടാനത് സഹായിക്കും. അങ്ങനെ ചൊറിച്ചിൽ ഒരു പരിധിവരെ അത് കുറയ്ക്കുന്നതാണ്. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ചൊറിച്ചിൽ കുറയാൻ നല്ലതാണ്. മോയ്സ്ചറൈസിങ് ക്രീംസ് അല്ലെങ്കിൽ സൂത്തനിങ് ക്രീംസ് ഒക്കെ ഉപയോഗിക്കുന്നത് കാരണം ചൊറിച്ചിൽ കുറഞ്ഞ് കിട്ടാറുണ്ട്. കൂടുതൽ പലപ്പോഴും ഉറക്കത്തൊക്കെ ഡിസ്റ്റർബൻസ് ചെറുതായിട്ട് തോന്നുകയാണെങ്കിൽ ആൻറ്റിഹിസ്റ്റമിൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞ സിംറ്റംസ് ഉണ്ടെങ്കിൽ, കൈവെള്ളയിലും കാൽവെള്ളയിലൊക്കെ ചൊറിച്ചിലുണ്ട്, മൂത്രത്തിൻ്റെ കളർ വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് പ്രത്യേകം ഷെയർ ചെയ്യണം. അതിനുവേണ്ടി ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ് ഒന്ന് ചെയ്യുന്നത്. രണ്ടാമത്തത് ശരീരത്തിലുള്ള ബൈൽ ആസിഡിൻ്റെ എമൗണ്ട്, അളവ് നോക്കും. ഈ ബൈൽ ആസിഡ് ലിവറിലാണ് ഉണ്ടാക്കുന്നത്. അത് ലിവറിന് അത് കുടലിലേക്ക് അതിൻ്റെ സ്മൂത്തായിട്ട് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ചില ചാനൽ കൂടെ. അത് ഡൈജഷൻ കൂട്ടാനുള്ള, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ബൈൽ ആസിഡ്. എന്നാൽ ഈ കോളിസ്റ്റൈസിസ് ഈ പറഞ്ഞ അസുഖമുള്ളവർക്ക് ഈ ബൈൽ ആസിഡിൻ്റെ ഫ്ലോ അത് കുറയുന്ന കാരണം ശരീരത്തിൽ ബൈൽ ആസിഡിൻ്റെ ലെവല് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സിംറ്റംസ്, ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റും ബൈൽ ആസിഡ് ലെവൽസും മോണിറ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ പ്രഗ്നൻസി മുന്നോട്ട് പോകുമ്പോൾ കുട്ടിയുടെ ഇളക്കം നിന്നു പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഒരു 35 ആഴ്ചയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും വേദന വരുത്തി പ്രസവിപ്പിക്കാൻ നിങ്ങളുടെ ഡോക്ടർ അഡ്വൈസ് ചെയ്തേക്കാം. ചൊറിച്ചിൽ കുറയ്ക്കാൻ വേണ്ടി ആൻറ്റിഹിസ്റ്റമിൻസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അർസോഡിയോക്സിക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ഡ്രഗുണ്ട്. അത് ഈ ബൈൽ ആസിഡ് ലെവൽ ശരീരത്തിൽ കുറച്ചുകൊണ്ട് ചൊറിച്ചിലൊക്കെ ഇല്ലാതാക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വേറൊരു പ്രശ്നം വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ലിവറിൻ്റെ ഫങ്ഷനെ അഫക്റ്റ് ചെയ്യുന്നത് കാരണം ശരീരത്തിൽ വൈറ്റമിൻ കെൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നതിന് കാരണമാകും. വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള അത്യാവശ്യമുള്ള ഒരു വൈറ്റമിനാണ്. അപ്പോൾ
അങ്ങനെ ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ, കുട്ടിയുടെ തലച്ചോറിലൊക്കെ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട് ഈ അസുഖമുള്ളവർക്ക്. അപ്പോൾ വൈറ്റമിൻ കെയുടെ ഇഞ്ചക്ഷൻസ് പ്രസവത്തിന് മുമ്പുള്ള ആഴ്ചകളിൽ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ഈ ഗർഭിണികൾക്ക് കൊടുക്കാറുണ്ട്. മാത്രമല്ല അവസാനത്തെ മാസങ്ങളിൽ കുട്ടിയുടെ ഇളക്കം, അത് ഫീറ്റൽ മൂവ്മെൻറ്റ് കൗണ്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് ചെന്ന് അതിൻ്റെ ചികിത്സയും അതിൻ്റെ മോണിറ്ററിങ്ങും എടുക്കുന്നത് നല്ലതാണ്. ചൊറിച്ചിൽ അവസാന മാസങ്ങളൊക്കെ കോമൺ ആണ്, പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു അസുഖത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളൊരു പ്രത്യേക കാരണം. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.